അല്ല, ബി ജെ പിയുടെ പ്രതിനിധിക്ക് CPM പരാജയപ്പെട്ടതിൽ എന്തോ സങ്കടമുള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം സംസാരിക്കുന്നത് മുഴുവൻ കോൺഗ്രസിൻ്റെ കൂടെയുള്ളവരെ സംബന്ധിച്ചും കോൺഗ്രസ് എടുത്ത നിലപാടുകളെ സംബന്ധിച്ചുമൊക്കെയാണ്. ഞാൻ അദ്ദേഹത്തോട് തിരിച്ചൊന്ന് ചോദിക്കുന്നത്, അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഞാൻ കണക്ക് പറഞ്ഞു എന്നാണ്. കണക്ക് പറഞ്ഞു ശരിയാണ്. 4.95 ഉണ്ടായിരുന്നു, 4.94 ഉണ്ടായിരുന്നു, 4.96 ഉണ്ടായിരുന്നു, 4.95 ആയി എന്ന് പറഞ്ഞു. പക്ഷേ താങ്കൾ ഒന്നുകൂടെ മനസ്സിലാക്കണം. കണക്ക് പറയുമ്പോൾ ബാക്കിയോടെ പറയാം. 2016 ഇവിടെ BDJS മത്സരിച്ചപ്പോൾ നിങ്ങൾക്ക് 7.56% ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെക്കാൾ മുകളിലാണ് BDJS എന്ന് താങ്കൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? BJP എന്തുകൊണ്ട് ഇത്രയും വിഷയം ഉണ്ടായിട്ട് എന്താ BJP ഇവിടെ വളരാത്തത്? അപ്പോൾ BJPയെ സംബന്ധിച്ച് നിങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾ, നിങ്ങൾ ഇതിനെല്ലാം വർഗീയത എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുഖച്ഛായ നിങ്ങളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താ? നിങ്ങളുടെ പിന്നിൽ ആരാ ഉള്ളത്? നിങ്ങളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ജയിക്ക് എന്ന് പറയുന്ന CPMൻ്റെ പ്രതിനിധി ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം ഞാൻ ചോദിച്ചത്, ഇവിടെ ഈ സാംസ്കാരിക നായകർ മുഴുവൻ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടിറങ്ങി. അങ്ങനെ പിന്തുണച്ചുകൊണ്ടിറങ്ങുമ്പോൾ ഒരു ലോക്കൽ താഴെത്തലത്തിൽ നിന്നും പ്രവർത്തിച്ചു വന്ന SFIയിലൂടെ DYFIയിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ജനിക്കുന്ന, പ്രത്യേകിച്ച് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിരിക്കുമ്പോൾ അദ്ദേഹം ജനിച്ച വാർഡിൽ, അദ്ദേഹം ജനിച്ച ബൂത്തിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ഭൂരിപക്ഷം ഉണ്ടാകേണ്ടത് സ്വാഭാവികമല്ലേ? അതില്ലാതെ വരുമ്പോൾ വല്ലാണ്ട് ജ്വലിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ സംഭവം. പിന്നീടാണ് എനിക്ക് ഓർമ്മ വന്നത്, പുതുപ്പള്ളിയിൽ ഇദ്ദേഹം മത്സരിച്ചപ്പോഴും ഇത് പുള്ളിക്കൂടെ ആപ്ലിക്കബിൾ ആണെന്ന് പിന്നീട് അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വികാരം ഉണ്ടായെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഏതായാലും നിൽക്കട്ടെ. അങ്ങനെ ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? ഇനി പറയുന്നത് അദ്ദേഹം പറഞ്ഞു വന്നതാ കോൺഗ്രസിൻ്റെ വലിയ നേതാക്കന്മാർ അവിടെ നിന്ന് മത്സരിച്ചു വിടുന്നു. ശരിയാണ്. കോൺഗ്രസിൻ്റെ മാത്രമല്ല, മാരാരിക്കുളത്ത് സാക്ഷാൽ VS അച്യുതാനന്ദൻ പരാജയപ്പെട്ടതിന് ശേഷം പോയത് എങ്ങോട്ടേക്കാണ്? മലമ്പുഴയ്ക്കാണ്. അങ്ങനെ പോയിട്ടുണ്ടെന്നേ. CPMൻ്റെ എത്ര EK നായനാർ പാലക്കാടും അതുപോലെ തന്നെ കണ്ണൂരും മാറി മത്സരിച്ചിട്ടില്ലേ? പാർലമെന്റിലേക്ക് AKG മത്സരിച്ചിട്ടില്ലേ? ആരെല്ലാം എവിടെയെല്ലാം മത്സരിച്ചിട്ടുണ്ട്? മത്സരിക്കുന്നതല്ല പ്രശ്നം. സ്വന്തം നാട്ടിൽ സ്വന്തം ബൂത്തിൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നവരെ സംബന്ധിച്ച് അവരുടെ ബൂത്തിലെങ്കിലും ലീഡ് കിട്ടാതിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് LDFൻ്റെ കോട്ടയായിട്ടുള്ള പഞ്ചായത്തിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ മത്സരിക്കുമ്പോൾ LDFന് ഭൂരിപക്ഷം ലഭിക്കുന്നില്ലെങ്കിൽ അതൊരു പ്രത്യേകതയാണെന്നേ. അത് കൗതുകമുള്ള കാഴ്ചയാണെന്നേ. അത് പറയുമ്പോൾ എന്തിനാ ഇങ്ങനെ വിരളി കൂടുന്നത്? വസ്തുതകൾ പറയുമ്പോൾ എന്തിനാ വിരളി കൂടുന്നത്? ഈ രാജ്യത്തെ ഇലക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നിയമം അനുസരിച്ച് ആർക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാം. അങ്ങനെ മത്സരിച്ച് CPMൻ്റെയും കോൺഗ്രസിൻ്റെയും BJPയുടെയും ഒക്കെ നേതാക്കന്മാർ മത്സരിക്കാറുണ്ട്. ആരെല്ലാം എവിടെയെല്ലാം മത്സരിക്കുന്നു? അതല്ലല്ലോ പ്രശ്നം. ഞാൻ പറഞ്ഞത് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ ചരിത്രത്തിൽ ആദ്യമായി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബൂത്തിലും അദ്ദേഹത്തിന്റെ പഞ്ചായത്തിലും LDFന് വലിയ സ്വാധീനമുള്ള പഞ്ചായത്തിൽ അദ്ദേഹം പുറകോട്ട് പോകുമ്പോൾ അതൊരു ചോദ്യചിഹ്നമാണ്. അതൊരു ചോദ്യം തന്നെയാണ്. അത് ആവർത്തിക്കുക തന്നെ ചെയ്യും. അതിനി ജയിക്കായാലും അതിനി സ്വരാജ് ആയാലും ഞാനായാലും നാളെ ഷിബു മീനാനായാലും അല്ലെങ്കിൽ നമ്മുടെ BJPയുടെ പ്രതിനിധി ശിവശങ്കർ ആയാലും ഈ ചോദ്യം ഉയരുക തന്നെ ചെയ്യും. ഇനി അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. മുഴുവൻ സാംസ്കാരിക നായകരെയും ഞാൻ ചോദിക്കുന്നത്, മുഴുവൻ സാംസ്കാരിക നായകന്മാരെയും പ്രശ്നമല്ല. ഇപ്പോൾ ജോയ് തോമസ് എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു ഇതേ സാംസ്കാരിക നായകന്മാരെ കുറിച്ച്. അപ്പോൾ അവരങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ ഈ ആശാ വർക്കർമാരുടെ സമരത്തെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് പോയ പേരുകളുണ്ടല്ലോ, അവരുടെ നിലപാട് എന്തായിരുന്നു? എത്ര പേര് അതിനെ അനുകൂലിച്ചിട്ടുണ്ട്? എത്ര പേർ പ്രതികൂലിച്ചിട്ടുണ്ട്? ഈ സംസ്ഥാനത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്? സർക്കാരിനെതിരായിട്ട് പ്രക്ഷോഭം ഉണ്ടായിട്ടുള്ള ജനകീയ വിഷയങ്ങൾ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ട്? അതിലൊക്കെ ഈ സാംസ്കാരിക നായകന്മാർ പ്രതികരിച്ചിട്ടുണ്ടോ? എന്താ പ്രതികരിക്കാത്തത്? പണ്ടിങ്ങനെ ആയിരുന്നില്ലല്ലോ. അങ്ങനെ പ്രതികരിക്കാതിരിക്കുമ്പോൾ അവർ സർക്കാരിൻ്റെ കുഴലൂത്തുകാർ എന്ന് തന്നെ അവരെ വിശേഷിപ്പിക്കേണ്ടി വരും. അതിനൊത്തൊരു തർക്കവുമില്ല. അങ്ങനെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ എൻ്റെ തല ചെത്തിക്കളയുമെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല. മനസ്സിലായില്ലേ? വിമർശിക്കേണ്ടവരെ വിമർശിക്കുക തന്നെ വേണം. അവരാരും വിമർശനത്തിന് അതീതരുമല്ല. അതിൻ്റെ പേരിൽ എന്നെ എന്തെങ്കിലും ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ആവട്ടെ. അപ്പോൾ അതൊന്നും വേണ്ട. ഇവിടെ ഞാൻ പറഞ്ഞത്, എന്നിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഉണ്ടായ പരാജയത്തെ സംബന്ധിച്ച് ആ പരാജയം ഉൾക്കൊള്ളാൻ പോലും തയ്യാറാകാതെ CPMൻ്റെ അഹങ്കാരത്തിനും ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനും ഒരു കുറവുമില്ല എന്ന് തെളിയിക്കുന്ന പ്രതികരണങ്ങളല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്? വസ്തുതകൾ എന്താണ്? പരാജയപ്പെട്ടിരിക്കുന്നു. CPM പരാജയപ്പെട്ടു. തുടർച്ചയായി CPM പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രണ്ടാം പിണറായി സർക്കാരിന് ശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം പരാജയപ്പെടുകയോ പുറകോട്ട് പോവുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. CPMൻ്റെ ഗ്രാഫ് പുറകോട്ടാണ്. അത് പറയുന്നവരെ ചാടിക്കടിക്കാൻ വന്നിട്ട് കാര്യമുണ്ടോ? അപ്പോൾ നമ്മൾ വസ്തുതകൾ പറഞ്ഞു തന്നെ പോകും. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞ നിലമ്പൂരിലെ വിജയത്തിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. ഞങ്ങളെ അംഗീകരിക്കുന്ന, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഞങ്ങളെ അംഗീകരിക്കുന്ന ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികൾക്ക് പോലും സന്തോഷം നൽകുന്ന ഒരു വിജയമാണ്. നിലമ്പൂർ പോലെ ഒരു മണ്ഡലത്തിൽ ഇത്രയും വലിയൊരു വിജയം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അഭിലാഷേ, മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഡീലിമിറ്റേഷന് ശേഷം ശ്രീ ആര്യാടൻ മുഹമ്മദ് പോലും 7000-ൽ അറൗണ്ട് 7000 വോട്ട്സിന് ജയിച്ചപ്പോൾ ഇപ്പോൾ 11,077 വോട്ടിന് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു തിളക്കമാർന്ന വിജയമാണ്. അതൊരിക്കലും നിഷേധിക്കാനാവില്ല. അവിടെ അപ്പോഴും മനസ്സിലാക്കേണ്ടത്,
കോൺഗ്രസിന് വോട്ട് കൂടിയില്ലെന്ന് ചോദിക്കുന്നത്. 20,000 വോട്ട് പുറത്തു പോയിട്ടുണ്ട്. 20,000 വോട്ട് പുറത്തു പോയത് എവിടുന്നാണ് പോയിട്ടുള്ളത്? അത് ഇടതുപക്ഷത്തിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇടതുപക്ഷം 20,000 വോട്ടിന് പുറകോട്ട് പോകുമ്പോഴും കോൺഗ്രസ് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകുന്നില്ല. ഇനി കോൺഗ്രസിന് കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ LDFനെ കുറച്ച് പോയിട്ടുണ്ട്. ഏതായാലും അങ്ങനെ കണക്ക് കൂട്ടിയാൽ പോലും CPM-നെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അംഗീകരിക്കേണ്ടെന്നേ. ഞങ്ങൾ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ ഇങ്ങനെ തന്നെ തുടരണം. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഞങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ട്. ഞങ്ങളിപ്പോൾ UDF വളരെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയും, അത് അക്ഷരാർത്ഥത്തിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയും കൃത്യതയാർന്ന പ്രവർത്തനം നടത്തുകയും ബൂത്ത് അടിസ്ഥാനത്തിൽ നോക്കൂ, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ 7 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള നേതാക്കന്മാർ, അത് ലീഗിൻ്റെ MLA-മാരുണ്ട്, കോൺഗ്രസിൻ്റെ MLA-മാരുണ്ട്, MP-മാരുണ്ട്. ഉദാഹരണം നിലമ്പൂർ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ പുറകിൽ പോകുമെന്ന് പറഞ്ഞതാണ്. ആ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഏകദേശം 4,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഞങ്ങൾ ശരി 3,900 ഭൂരിപക്ഷം. അവിടെയൊക്കെ ഞങ്ങൾ വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വളരെ കൃത്യതയാർന്ന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അവിടെ ശ്രീ VK ശ്രീധരൻ തുടങ്ങി പഴയ MLA-മാരും ലീഗിന്റെയും കോൺഗ്രസിന്റെയും MLA-മാരും ഉൾപ്പെടെയുള്ളവർക്ക് ചുമതലയുണ്ടായിരുന്നു. ഓരോ പഞ്ചായത്തിലും, ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല, ഓരോ പഞ്ചായത്തിലും അത്തരത്തിൽ ചുമതല കൊടുത്ത് കൃത്യതയാർന്ന പ്രവർത്തനം നടത്തിയതിന്റെ ബാക്കി പത്രമായിട്ടാണ് ഞങ്ങൾക്ക് വിജയിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ വിജയം എന്ന് പറയുന്നത് ഞങ്ങൾ 2 പേരോടാണ് ശക്തമായി പോരാടിയത്. ഒന്ന് ഇടതുപക്ഷ സർക്കാരിനോട്, ഇടതുപക്ഷത്തോട് CPM-നോട്, മറ്റൊന്ന് ശ്രീ PV അൻവറോട്. തീർച്ചയായിട്ടും ആ 2 കൂട്ടരെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഇത്രയും തിളക്കമാർന്ന വിജയം നേടാൻ കഴിഞ്ഞത് ഞങ്ങളുടെ കൂട്ടായ്മയുടെയും ഒത്തൊരുമയുടെയും സംഘടനാ മികവിൻ്റെയും ചിട്ടയായ പ്രവർത്തനത്തിൻ്റെയും ബാക്കി പത്രമാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഇത് ഞങ്ങൾക്ക് ആവർത്തിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അതിന് ഇനി ആരും ചാടിക്കടിച്ചിട്ട് കാര്യവുമില്ല.